പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരള സംസ്ഥാനത്തിനകത്ത് വിതരണം നടത്തുന്ന ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെയും കൊറോണയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ ആയ സമയത്താണ് ഓണക്കിറ്റ് വിതരണം നടക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് മാസം 13 ആരംഭിച്ചു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകളാണ് ഓഗസ്റ്റ് മാസം 16 തീയതി വരെയാണ് അവർ അത് സ്വീകരിച്ചത്. ഇനി 20 തീയതി മുതൽ രണ്ടാം ഘട്ടത്തിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം നടത്തിയിരുന്നു. അത് 24 തീയതി അവസാനിക്കുകയും ഇനി മൂന്നാം ഘട്ട വിതരണം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള വിതരണമാണ്. അത് വരും ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ സംസ്ഥാന സർക്കാർ ഏതെല്ലാം റേഷൻ കാർഡ് ഉടമകൾ ഏതെല്ലാം സമയങ്ങളിലാണ് കിറ്റ് വാങ്ങാൻ വേണ്ടി പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നതാണ്. ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ, ലളിതമായ രീതിയിൽ സമകാലികം എന്ന യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയായി നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലുള്ള വസ്തുക്കൾ ഭക്ഷ്യയോഗ്യമല്ല, അതല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും വ്യത്യാസമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശർക്കരയിൽ വന്നിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത്. അതിലുള്ള കണ്ടന്റും അതോടൊപ്പം തന്നെ നിർമ്മാണ രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശർക്കര പലയിടങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് ലബോറട്ടറികളിലേക്കും അയച്ചിട്ടുണ്ട്. എന്നാൽ ലബോറട്ടറി ഫലങ്ങളൊക്കെ ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന തരത്തിലുള്ള റിസൾട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ ആ ബാച്ചിൽ വന്ന എല്ലാ ശർക്കരകളും പിൻവലിക്കുകയും അതെല്ലാം കമ്പനികളിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കിറ്റുകളിൽ ഇനി ശർക്കര ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പകരം 1 കിലോഗ്രാം ശർക്കര നൽകിയിടത്ത് 1.5 കിലോഗ്രാം പഞ്ചസാര നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്ന ഓണക്കിറ്റുകളിൽ ഭൂരിഭാഗം വരുന്ന കിറ്റുകളിലും വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ശർക്കരയായിരിക്കില്ല ലഭിക്കുന്നത്. പകരം 1.5 കിലോഗ്രാം പഞ്ചസാരയായിരിക്കും അവർക്ക് ലഭ്യമാകുന്നത്. ഇത് തീർത്തും സൗജന്യമായി ഓണക്കിറ്റിൻ്റെ ഭാഗമായി തന്നെയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓണക്കിറ്റ് നിലവിൽ വാങ്ങിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ നിങ്ങളുടെ ഓണക്കിറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടെത്തുകയോ ഭക്ഷ്യയോഗ്യമല്ലാത്ത തരത്തിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുകയാണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സപ്ലൈ വിഭാഗത്തെ അറിയിക്കൽ നിർബന്ധമാണ്. കാരണം ഇത്തരത്തിലുള്ള ഫ്രോഡ് കളിച്ച ആളുകളെ കണ്ടെത്തുന്നതിനും ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ തിരിച്ചറിയുന്നതിനും നിങ്ങളുടെ ഈ വിവരം ഏറെ സഹായം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ശർക്കരയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വ്യക്തമായി പരിശോധന നടത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമകാലികം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.